ഹലോ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 19 എൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹൽദി ഡേൻ്റെ ഒരു വീഡിയോ ആണിത്. ഞാൻ ഇതിൻ്റെ മുന്നേ തലേ ദിവസത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വൈകിപ്പോയി വീഡിയോ ഇടാൻ. എന്തായാലും ഞാൻ വീഡിയോ ഇടാൻ പോവാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൽദി ഡേൻ്റെ അന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഫോട്ടോസിൻ്റെ കാര്യം പറയുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് കാപ്പിക്സോ വെഡ്ഡിങ് ഫിലിംസിനോടാണ്. പട്ടാമ്പിയുള്ളതാണ്. അതിലെ സെബാൻ ബ്രോ, സിറു ബ്രോ ആൻഡ് സഫാൻ ഇവരാണ് നമ്മുടെ ഫോട്ടോസ് ആൻഡ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരോട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും അടിപൊളിയായിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് അവർ എടുത്ത് തന്നിട്ടുള്ളത്. നമ്മളെപ്പോഴും ഇങ്ങനെ കാണുമ്പോഴും പിന്നെ നമ്മൾ സ്റ്റോറീസും സ്റ്റാറ്റസൊക്കെ ഇടുമ്പോഴും എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അടിപൊളി ഫോട്ടോസാണെന്ന് കേട്ടോ. അപ്പോൾ അതിനോട് എനിക്ക് നമ്മുടെ കാപ്പിക്സോനോട് അവരുടെ ടീമിൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എൻ്റെ മാമൻ ത്രൂവാണ് നമ്മൾ കാപ്പിക്സോനെ കോൺടാക്ട് ചെയ്തത്. അപ്പം മാമൻ അവിടെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ മാമനോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് എന്ന്. അപ്പോൾ ഇതാ സഫാൻ, എൻ്റെ ഹൽദി ഡേൻ്റെ അന്ന് സഫാനാണ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഹൽദി ഡേൻ്റെ അന്നാണ് നമുക്ക് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുന്നംകുളത്തുള്ള ബ്ലസ് ബൊട്ടിക്കിലാണ് നമ്മൾ ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തപ്പോഴേ ലേറ്റായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് എത്രയോ ദിവസത്തെ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് അവർ ബ്ലസ് ചേച്ചി ചെയ്തതെന്നുള്ളത്. അപ്പോൾ നമ്മൾ എത്താൻ വേണ്ടി ഭയങ്കരം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ വന്ന് ഹെയറൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും അതിനെക്കാട്ടിക്കും ലേറ്റായി. എന്നാലും എനിക്ക് നല്ല അടിപൊളി ഫോട്ടോസാണ് എനിക്ക് സഫാൻ എടുത്തു തന്നത്. അപ്പോൾ എനിക്ക് എത്രത്തോളം താങ്ക്സ് പറഞ്ഞാലും മതിയാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഫ്രണ്ട്സാണ് നന്ദു, സിനിമോള്, രഞ്ജു. സിനിമോളും രഞ്ജും എൻ്റെ കൂടെ ഞാൻ തിരുവല്ലയാണ് PG ചെയ്തത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ നന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ 6th മുതൽ എൻ്റെ കൂടെ നന്ദിൻ്റെ ഏറ്റവും അടിപൊളി ഫ്രണ്ടാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ തലേ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ കൂടുതലൊന്നും പറയണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കാണാനുള്ളതാണല്ലോ. നമുക്ക് എപ്പോൾ എടുത്ത് നോക്കുമ്പോഴും നമുക്ക് അതിലുണ്ടാകുന്ന സംസാരവും കാര്യങ്ങളും നമുക്ക് കേൾക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിൽ കൂടുതലായിട്ടൊന്നും സംസാരിക്കണില്ല. പിന്നെ ഇതിൽ എനിക്ക് മാമൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തൊക്കെയാണ് ഫോട്ടോസ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ വേണ്ടത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഹൽദി ഡേൻ്റെ അന്ന് ഫോട്ടോ മാത്രം മതി മാമ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം പരിപാടിയൊന്നും ഇല്ല എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചേക്കാട്ടിക്കും നല്ല അടിപൊളിയായിട്ട് നല്ല പരിപാടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഹൽദി ഡേൻ്റെ അന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഭയങ്കര അതൊരു ഒരു ഇതാണ്, വിഷമാണ്. കാരണം നമുക്ക് വീഡിയോയിൽ ചില മൊമെൻറ്റ്സ് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഒരു വിഷമമാണ്. എന്നാലും നമ്മൾ ഫോണിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഏട്ടത്തിയമ്മയുടെയും 3rd വെഡ്ഡിങ് ആനിവേഴ്സറി എന്തോ ആയിരുന്നു അന്ന് ഹൽദി ഡേൻ്റെ അന്ന് April 17th. അപ്പോൾ അവരും കേക്കൊക്കെ കട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ അവരും ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതും ഒക്കെ കൂടി നല്ലൊരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.
10-15 കിട്ടും. എന്താ പറയണ്ടെന്നൊന്നും എനിക്കറിയില്ല, വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. കല്യാണം അടുത്ത് പറഞ്ഞു, പക്ഷെ എന്താ പറയാ എനിക്കറിയില്ല എന്താ പറയണ്ടേന്ന്. ഞങ്ങൾ ഭയങ്കര കമ്പനി ആയിരുന്നു, 2 ദിവസം ഒരുമിച്ചായിരുന്നു. എന്താ സിനിമ താങ്കൾക്ക് എന്നെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ലൊരു ഫ്രണ്ടാണ് ആള്. എന്താ പറയാ പഠിക്കാനാണെങ്കിലും എന്താ പറയാ എന്താ പറഞ്ഞു ഒന്നുകൂടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ആള് ഭയങ്കര പാവാണ്. ആദ്യം ഞാൻ കണ്ടപ്പോ ഭയങ്കര ജാടയല്ല വിചാരിച്ചത്, പക്ഷെ അങ്ങനെയല്ല, നല്ല കമ്പനിയാണ്. പിന്നെ എന്തും പറയാൻ പറ്റിയൊരു കുട്ടിയാണ്. മെന്റലി നമ്മൾ ഓക്കെ അല്ലെങ്കിലും ആള് നമ്മളെ നല്ലോണം കെയർ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എന്താ സന്തോഷമുണ്ട്, അത്രേ ഉള്ളൂ. നന്ദി. വേണം പടം വന്നിരിക്കും. എനിക്ക് അവളെ പറ്റി എനിക്ക് കാര്യമായിട്ട് കുറേ ഒന്നും പറയാനില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. അവളെ ഇട്ട് പോകുന്നതിന് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ പറഞ്ഞ ഞാൻ കരയും, വെറുതെ ആരംഭം. കാരണം ഞങ്ങൾ 6th തൊട്ട് ഒപ്പമാണ്. പക്ഷെ ഞങ്ങൾ ഭയങ്കര കമ്പനിയായിട്ട് എനിക്ക് തോന്നുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. ഞാൻ ഇവിടുത്തെ ഏകദേശം സ്ഥിരം സന്ദർശിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വരിക, ചുമ്മാ വണ്ടി എടുത്തെങ്കിലും കറങ്ങാൻ പോവുക. അതിന് ഫുൾ ടൈം അവളുടെ കൂടെ ഉണ്ടാവും. അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇപ്പോഴും സ്റ്റിൽ എനിക്കുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്തുണ്ടെങ്കിലും ജസ്റ്റ് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ്. എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കരയും. വീഡിയോ എടുക്കണ്ട് ഞാൻ. അവിടെ വീഡിയോ എടുക്കോ? ഞങ്ങൾ ഇന്നും ശരിക്കും പറഞ്ഞാൽ ഡെയിലി കോണ്ടാക്ട് ചെയ്യുക, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു പ്രകൃതമല്ല രണ്ടുപേരും. പക്ഷെ എനിക്ക് തോന്നുന്നു അവൾക്ക് എന്തൊരു വിഷമം വരുന്ന സമയത്തും അവൾ ഏറ്റവും കൂടുതൽ എന്നെയായിരുന്നു വിളിച്ചിരുന്നത്. അതേപോലെ തന്നെ ഒരു ചേച്ചി എന്നുള്ള നിലയിൽ എല്ലാവിധ മെന്റൽ സപ്പോർട്ടും ഞാൻ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അവൾക്ക് നല്ലൊരു ലൈഫും ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കും. ഉണ്ണിമോൻ എപ്പോഴും പറയുന്നത്. ഓക്കെ, അതൊന്ന് പറഞ്ഞു. എൻ്റെ ചങ്കും കരുതാണ് ഞങ്ങൾ രണ്ടുപേരും. എപ്പോഴും എല്ലാ സീക്രട്സും ഉണ്ണിമോളെ എൻ്റെ അടുത്ത് റിവീൽ ചെയ്യും. ആൻഡ് എപ്പോഴും ഉണ്ണിമോളെ കൂടെ ഇരിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് വിഷിംഗ് യു ഹാപ്പി മാരീഡ് ലൈഫ്. എന്താ പറയണ്ടത് എനിക്കറിയില്ല. എന്നാലും ഉണ്ണിമോള് ഞങ്ങളൊരു കുട്ടിയാണ്. എന്തൊരു കാര്യത്തിനും ഉണ്ണിമോളെന്ന് വിളിച്ചവള് മണ്ടി വരും. ഒരുപാട് പറയാനുണ്ട്. നല്ലൊരു വ്യക്തിയാണ് എന്ന് പറയുന്നത്. കൂടുതൽ സ്വഭാവത്തിനെ പറ്റി ഞാൻ പറയാതില്ല. എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ മോൾ തന്നെയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പോയി വന്ന് പറയാറുണ്ട്. നല്ലൊരു ജീവിതം ആശംസിക്കും. എല്ലാവർക്കും നമസ്കാരം. ഉണ്ണിമോളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും പെങ്ങളാണ്. അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാം, ചെറുപ്പത്തിൽ കാലം മുതൽ നമ്മൾ കണ്ട് നമ്മുടെ ഒപ്പം കൂടെ വളർന്നതാണ്. പക്ഷെ ഞാൻ ഉണ്ണിമോളെ ഞാനൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ്.
ഉണ്ണിമോളെ നമ്മൾ പൊതുപ്രവർത്തകരാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ഓരോ ആളുകളെ നമ്മൾ നിരീക്ഷിക്കും. ഓരോരുത്തരുടെ സ്വഭാവം എങ്ങനെയാണ് പെരുമാറാറ്, അവരുടെ കഴിവ് എന്താണെന്നൊക്കെ. അപ്പം അങ്ങനെ ഉണ്ണിമോളൊരു ഏതാണ്ട് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് +2 പഠിക്കുന്ന സമയത്ത് തന്നെ ഉണ്ണിമോളുടെ കഴിവിനെ കുറിച്ച് എൻ്റെ ഒരു നിരീക്ഷണത്തിലുണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങളത് ചർച്ച ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ആ ഒരു പൊതുരംഗത്തൊക്കെ ഒരു സാന്നിധ്യം ഉണ്ണിമോളുടെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ഒരു സംഘടനാപരമായിട്ടുള്ള സമ്മേളനങ്ങളൊക്കെ ഉണ്ടാവും. പൊതുവായി നാട്ടിലെ പ്രശ്നങ്ങളും പൊതുവായി സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് സമ്മേളനങ്ങൾ നടക്കാറ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഈ പ്രദേശത്തെ ഒരു പ്രതിനിധിയായിട്ട് ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മൈക്കിന് മുൻപിൽ ചെറിയ പ്രായത്തിൽ തന്നെ അഭിപ്രായങ്ങൾ പറയാനും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ തരാനും അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ നമ്മുടെ നിരീക്ഷണം കറക്റ്റായിരുന്നു. വളരെ കൃത്യമായിട്ട് സംസാരിക്കാനും വിഷയങ്ങളെ അവതരിപ്പിക്കാനൊക്കെ ഉള്ള ഒരു കഴിവ് ഉണ്ട് ഉണ്ണിമോൾക്ക്. എന്തായാലും അത്തരം കഴിവുകൾ എന്തായാലും ഉണ്ണിമോള് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും വ്യക്തിപരമായിട്ട് ഒരു ഉയർന്ന നിലവാരത്തിൽ കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനുള്ളൊരു കഴിവ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉണ്ണിമോൾക്ക് ഉണ്ട്. പക്ഷെ ആ ഒരു മേഖലയിൽ നിന്ന് വേറെ പഠനമൊക്കെ ആയിട്ട് പോയെങ്കിലും ഉണ്ണിമോൾക്ക് സ്വന്തമായിട്ട് നിലപാടുണ്ട്. അത്തരം ഉണ്ണിമോളുടെ കഴിവുകൾ എന്തായാലും ഭാവി ജീവിതത്തിലൊക്കെ ഉപകാരപ്പെടും. അത്തരത്തിലുള്ള വ്യക്തിത്വപരമായിട്ടുള്ള വികസനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തണം. കൂടുതൽ ഉയരങ്ങളിൽ എത്തണം. കുടുംബ കല്യാണ ജീവിതം പരസ്പരം മനസ്സിലാക്കാനും വലിയ ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കാനും അതിനെ നല്ല രൂപത്തിൽ കെട്ടിപ്പടുക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ഉണ്ണിമോൾക്ക് നേരുന്നു. വളരെ ചുരുങ്ങിയ കാലത്തൊരു പരിചയമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ആ ഒരു കുറച്ച് കാലം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് പറയണത്. വളരെ സ്നേഹമുള്ളൊരു കുട്ടിയാണ്. ഞങ്ങളുടെ ആ ഒരു വലിയച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിൽ എങ്ങനെയാണോ ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് അവൾ ഇവിടെ. എല്ലാവർക്കും വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ഒരാൾ. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടി ഓടി നടക്കുന്ന ഒരാൾ. അതുപോലെ തന്നെ ഇപ്പോൾ സംഘടനാപരമായിട്ടും എങ്ങനെയാണെന്നുള്ളത് ഗിരിയേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു അറിവ് എനിക്കുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും എല്ലാ തരത്തിലും നല്ലൊരു വ്യക്തിത്വമുള്ള നല്ലൊരു നിലപാടൊക്കെ ഉള്ള ഒരു കുട്ടിയാണ് ഉണ്ണിമോള്. അപ്പോൾ തുടർന്നുള്ള ജീവിതത്തിലും അത്തരത്തിൽ തന്നെ ഉറച്ച തീരുമാനങ്ങളും നല്ല നല്ല തീരുമാനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ്. അടുത്തതായിട്ട് എഴുത്തിമരി എം ചേച്ചി. ഇതുപോലെ തന്നെ ഞാനിവിടെ വരുമ്പോ നമ്മൾ 7ാം ക്ലാസ്സിലെങ്ങാണ്ടോ പഠിക്കുക. അപ്പൊ ചെറിയൊരു കുട്ടി എന്നുള്ളൊരു ലെവലിലാണ് മോളെ കുട്ടി ഇതൊക്കെ വിളിച്ചിട്ട്. പിന്നീട് അങ്ങോട്ട് വളർന്ന് ഞങ്ങളുടെ ലെവലിലെത്തി, ഞങ്ങളൊരു വൈബായി. പിന്നെ എല്ലാ കാര്യത്തിലും ഉണ്ണീട്ടൻ രതീഷേട്ടാ, ഉണ്ണിമോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള രതീഷേട്ടൻ. വർഷത്തിന് ഒരു 1.5 മാസമില്ല, 24 ദിവസം കഴിഞ്ഞാല് 22 വർഷമായിട്ട് ഞാൻ ഇവിടെ വരുന്ന ആളായി. ഞാൻ വരുന്ന സമയത്ത് 3 വയസ്സ്, 3 ഇല്ല 2 വയസ്സ്. അന്ന് മുതൽ ഞാൻ ഇവിടെ കാണലും ആ ഒരു സൗഹാർദ്ദമല്ല അനിയത്തി ആ നിലയിൽ എല്ലാവരും. പിന്നെ ഞാനെന്ന് വെച്ചാൽ ഇങ്ങനെ സ്റ്റേജിൽ ഇതൊന്നും കയറി നിൽക്കലില്ല, പറയില്ല. പക്ഷെ ഞാൻ ഇവിടെ യോഗ ക്ലാസ് എടുക്കാൻ സ്ഥിരമായിട്ട് ഈ വഴിക്കൊക്കെ വരുന്ന ആളാണ്. ക്ലാസ് എടുക്കാറുണ്ട്, അവരോടൊക്കെ നന്നായി സംസാരിച്ച് ഇങ്ങനെ. പക്ഷെ ഇങ്ങനെ ഒരു പരിപാടിയിൽ ഞാൻ ഒന്നും പറയാറില്ല. അതുകൊണ്ടോ എല്ലാവിധ ആശംസകളും നേരിടും. കുട്ടിയാണ്, എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു വരുത്തിയതാണ്. താങ്കൾക്ക് എന്താണ് എന്നെ കുറിച്ച് പറയാനുള്ളത്? എന്താ പറയാന്ന് വെച്ചാ എല്ലാം കൊണ്ടും ഹാപ്പിയാണ് ഞാന്. പറയാനൊന്നും കിട്ടുന്നില്ല, അതോ പ്രശ്നം. എനിക്കൊരു കൂടപ്പറമ്പ് എൻ്റെ ഏട്ടനെ പോലെ തന്നെ സ്വന്തം, ഞാൻ എൻ്റെ സ്വന്തം എന്ന് കരുതുന്ന ചേച്ചിയാണ്.
അത് കല്യാണത്തിന് ഭയങ്കര എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ട്. അത് ഭയങ്കര ഹാപ്പിയാണ്. അതാണ് ഞങ്ങളുടെ ഹാപ്പി. എന്താ പറയാ, പറയാൻ വാക്കുകളില്ല. രജീഷേട്ടനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവരും ക്ലാപ്പ് ചെയ്യൂ. സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാട്ട് വെക്കടാ. എടാ കൃഷ്ണ സൂരജ്. രണ്ടുപേരും മുന്നോട്ട് വരാമോ? Thank you.
ശ്രദ്ധിക്കുക കലാപരിപാടികൾ രണ്ടാളെ കൈ കൊണ്ട് രണ്ടാളെ കേക്ക് കട്ട് ഓക്കെ ഞാൻ പറയുമ്പോ ഒന്ന് കട്ട് ചെയ്ത് നോക്കി കട്ട് ചെയ്ത് the locals.
soon as possible and embark on a journey towards a brighter future. Prime Minister's Internship Scheme. Take flight towards your കോടിപ്പാവുടുക്കും കളിക്കാലവുമായി വിഷു കൈനീട്ടമിൻ കയ്യിൽ തരുമ്പോൾ എന്റെ വിളി രണ്ടും നിറയും ഞാൻ തൊഴുതു കാലിൽ വീഴും അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ മുറ്റത്തെ തുളസി പോലെ. സിന്ദൂര പൊട്ടു തൊടുമ്പോൾ ഈ നല്ല നെറ്റിയിലെങ്ങും സൂര്യനുദിച്ചിരുന്നു. വാത്സല്യ തിരയിളകും ഈ സ്നേഹക്കടലിലെങ്ങും കുപ്പി വിളയുമല്ലോ, കരുണത്തു പൊഴിയുമല്ലോ. ഓണനിലവല്ലേ അമ്മയെന്നും നന്മ മലരല്ലേ, ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ. ഞാനും ഈ അമ്മയ്ക്ക് പൊന്നും നീ പൊന്നും നീ. തങ്കമനസ്സേ അമ്മ മനസ്സേ മുറ്റത്തെ തുളസി പോലെ, ഈ മുറ്റത്തെ തുളസി പോലെ. നാനാഴിക്കനവനുള്ളിൽ നാനൂരി പുഞ്ചിരിയുണ്ട്, നവകുടം പോലെ കൊഞ്ചി വരുന്ന കിളികളുണ്ട്. അമ്മയ്ക്ക് കൂട്ടു നടക്കാൻ പുന്നാര പൈക്കളുണ്ട്, അക്കരെ ഇക്കരക്ക് കാത്തിയൊരമ്പിളിത്തോണിയുണ്ട്. വീടേ വീടങ്ങ് നടന്ന് ആരുണ്ടെന്നാലും ഇടലായി താപ്പകൽ തുറന്ന് കൂടെ ഞാനുണ്ട്. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ. ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ നമ്പാടി പൈക്കിടാവ്. ഡാൻസ് കളിക്കാം ഏത് വട്ടെ. അമ്മിണിയെ എല്ലാരും വാ മണി വാ.
Hey!
വീണന്റെ കടിച്ചതും ആ കരഞ്ഞു
കൽവിൻ്റെ പാതിയെടുത്തതും കൽവിൻ്റെ പാതിയെടുത്തതും തിരിച്ചു തന്നില്ല തിരിച്ചു തന്നില്ല നീയെറിഞ്ഞ കല്ല് പാഞ്ഞ് മാനത്തമ്പിളി പാതി മുറിഞ്ഞ് തോട്ടുവരമ്പിൽ വീണതെന്ന് ഒള്ളു പറഞ്ഞില്ലേ ഒള്ളു പറഞ്ഞില്ലേ നീയെറിഞ്ഞ കല്ല് പാഞ്ഞ് മാനത്തമ്പിളി പാതി മുറിഞ്ഞ് തോട്ടുവരമ്പിൽ വീണതെന്ന് ഒള്ളു പറഞ്ഞില്ലേ ഒള്ളു പറഞ്ഞില്ലേ ഒള്ളു പറഞ്ഞില്ലേ. ഹലോ 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 ആ ഹലോ മനസ്സ് അമ്മ മനസ്സ് മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ തിരുമുന്നിൽ ഓടിപ്പാവെടുത്ത് ഹലോ 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 ആ മണ്ണെങ്ങും സൂര്യനുദിച്ചിരുന്നു വസല്ല തിരയിളകും സ്നേഹക്കടലിലെന്നും ചിത്തിവിളയുമല്ലോ കരുണത മുത്തുപൊഴിയുമല്ലോ ഓണമിലാവല്ലേ അമ്മയെന്നും കണ്ണവളരല്ലേ ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ അമ്മയ്ക്ക് പൊന്നുണ്ണി എന്നും പൊന്നുണ്ണി മനസ്സ് അമ്മ മനസ്സ് ഒറ്റത്തെ തുളസി പോലെ ഒറ്റത്തെ തുളസി പോലെ കനവിനുള്ളിൽ നാഴോരി പുഞ്ചിരിയുണ്ട് നവക്കുടം പോലെ കൊഞ്ചി വരും നാമക്കിളികളുണ്ട്